കലാലയങ്ങളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആഹ്വാനം തള്ളി കേരളത്തിലെ ഭൂരിപക്ഷം കലാലയങ്ങളും വിഭജന ദിനാചരണം അനുവദിക്കില്ലെന്ന് SFI വ്യക്തമാക്കി. അതേസമയം വിഭജന കാലത്തെ ദുരിതങ്ങളുടെ ഓർമ്മ നാളാണ് വിഭജന ഭീതി ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർക്കുലർ അയച്ചതോടെ കേരളത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും തള്ളി. സംസ്ഥാനത്തെ കോളേജുകളിൽ ദിനാചരണം നടത്തേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിർദ്ദേശം നൽകിയിരുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ധനുവച്ചപുരം VTM NSS കോളേജിൽ ക്യാമ്പസിനകത്ത് പരിപാടി നടത്താൻ ABVP അനുമതി തേടിയെങ്കിലും കോളേജ് അധികാരികൾ നൽകിയില്ല. തുടർന്ന് കോളേജിന് പുറത്ത് സെമിനാർ സംഘടിപ്പിച്ച വിഭജന ഭീതി ദിനാചരണ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശം കൊച്ചിയിലെ ക്യാമ്പസുകൾ പൂർണ്ണമായും തള്ളി. കൊച്ചിയിലെ സർവകലാശാല ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും ദിനാചരണം നടന്നില്ല. മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ കോളേജുകളിൽ ക്ലാസുകളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും പതിവ് പോലെ നടന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാനും RSSന്റെ മുഖം രക്ഷിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ അനുവദിച്ചു കൊടുക്കുകയില്ലെന്ന് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഗവർണറുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ഒരു മനുഷ്യരെ പിന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ RSSന്റെ മുഖം വളരെ സേഫായി രക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും കേരളത്തിലെ എൻ്റെ ധാരണയിൽ ഈ എറണാകുളത്ത് തൊട്ടടുത്തുള്ള ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളോ ദിനാചരണമോ മറ്റോ ഒന്നും നടക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആചരണം പൂർണ്ണമായി ഏതാണ്ട് 90% പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ സമ്പൂർണ്ണ പരാജയം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ വിഭജന ഭീതി ദിനാചരണം നടത്താനുള്ള ABVP ശ്രമം SFI തടഞ്ഞു. ഗോബാക്ക് വിളികളുമായി വിദ്യാർത്ഥികൾ ഗേറ്റിന് മുന്നിൽ പ്രതിരോധം തീർത്തു. പരിപാടിക്കെത്തിയ 6 ABVPക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതോടെ ഗവർണറെ മുൻനിർത്തി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള RSS ശ്രമമാണ് പൊളിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.